മുഹമ്മദ് ഷാ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നു. ശ്രീ മുഹമ്മദ് ഷാ, ഈ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് റിപ്പോർട്ടർ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായി തന്നെ പറയുന്നു, ഒരു റാക്കറ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായി സംശയമുണ്ട്. മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണോ ഇത് ചോർത്തിക്കൊടുക്കുന്നത് എന്ന സംശയമാണ് ക്രൈംബ്രാഞ്ച് ഉയർത്തുന്നത്. അപ്പോൾ എത്ര ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റകൃത്യമായി ഇത് മാറിയിരിക്കുന്നു എന്നതാണ്. തീർച്ചയായിട്ടും ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥര് ഈ പറഞ്ഞ ചോദ്യപേപ്പറുകൾ ഈ ഏജൻസികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം സുതാര്യതയില്ലാത്ത അല്ലെങ്കിൽ എത്രത്തോളമാണ് നമ്മുടെ സിസ്റ്റം ഫങ്ഷനിങ്ങിന്റെ അപാകതകൾ നമ്മൾ മനസ്സിലാക്കണം. പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് യാതൊരുവിധ സാധ്യതയുമില്ലാത്ത സാഹചര്യം കേരളം പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാവുകയാണ്. മുമ്പ് മറ്റു പലയിടത്തും നമ്മൾ കേട്ടിരുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വാർത്തയല്ലാതായി മാറുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതൊക്കെ ആകാമെന്ന രീതിയിലേക്ക് ഒരു ഭരണ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് തിരുത്തപ്പെടാനുള്ള സംവിധാനം അവർക്കില്ല. അപ്പൊ ക്രൈംബ്രാഞ്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവരുടെ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു കാര്യം റിവീൽ ചെയ്തിരിക്കുന്നു. ഇനി ഇതിന്റെ പ്രതിവിധി എന്താണ്? ഇവർക്ക് ഏതെങ്കിലും അത് പുറത്തുവിട്ട ആളെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ പ്രോസിക്യൂഷൻ നടത്തുക എന്നതുകൊണ്ട് അവസാനിക്കുകയാണ്. ഇത്തരം സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? ആരാണ് ധൈര്യത്തിൽ കേരളത്തിൽ ഒരു വിദ്യാഭ്യാസം നടത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കപ്പെടേണ്ടതാണ്. കാരണം ലോകത്തൊട്ട് നോക്കിയാൽ തന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ഡിറ്റീരിയോറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സംവിധാനം ഇങ്ങനെ സീരിയസ് ആയിട്ട് ഗവൺമെന്റിനെ കാണുന്നില്ല എന്ന് പലതവണ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് തുടങ്ങുന്ന 2021 സർക്കാർ വരുന്ന അന്ന് മുതൽ ഈ ഒരു സംവിധാനം, വിദ്യാഭ്യാസ സംവിധാനത്തെ സീരിയസ് ആയി കാണുന്നില്ല എന്നുള്ള ഇംപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ഇംപ്രഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു രേഖയായി മാറുകയാണ് ഈ റിപ്പോർട്ട്. കാരണം വളരെ സിമ്പിളായി പറയുന്നു, വിദ്യാഭ്യാസ വകുപ്പിലെ കുറെ ആളുകളും ഏജൻസികളുമുള്ള റാക്കറ്റായി നിന്നുകൊണ്ട് ഇവിടെ പരീക്ഷാ പേപ്പർ ചോർത്തി കൊടുക്കുന്നു. ഒന്നും സംഭവിക്കാനില്ല. അപ്പൊ പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? ഇനി അവർ ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യണോ? ആ ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാവും. അതൊരു യൂഷ്വൽ പ്രാക്ടീസ് ആകുന്ന യൂഷ്വൽ എക്സസൈസ് ആയിട്ട് മാറണോ ഈ രാജ്യത്ത്? അപ്പോൾ ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് യാതൊരു സാധ്യതയില്ല. ഈ മാർക്കുകളും പിന്നീട് പിന്നെ ഓരോ മേഖലയിലും മാർക്കുകൾ വരുമ്പോൾ ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത അഡ്മിഷനിലേക്ക് പോകും. അപ്പോൾ ക്വാളിറ്റി എവിടെയാണ് പോകുന്നത്? ക്വാളിറ്റിയുള്ള ആളുകൾ പുറകിലായി പോകും. യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളുകൾ, ഇതുപോലെ ചോദ്യപേപ്പർ ചോർത്തിയെടുക്കുന്ന ആളുകൾ മുന്നിലെത്തും. അവർ ഡോക്ടർമാരാകും, എഞ്ചിനീയർമാരാകും, പ്രൊഫഷണൽസ് ആകും. എവിടെയാണ് നമ്മുടെ സേഫ്റ്റി പോകുന്നത്? അപ്പൊ ഇതിനെ ആ സീരിയസ്നെസ് ഈ ഒരു കേസിൽ മാത്രമായിട്ടല്ല, ഈ ഒരു സംവിധാനത്തിന് അപാകത എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്ന് ഗവൺമെന്റ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി ശ്രീ മുഹമ്മദ് ഷാ.